ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വൻ പ്രഖ്യാപനങ്ങളുമായി കളം പിടിക്കാൻ കോൺഗ്രസ് ഒരുങ്ങിക്കഴിഞ്ഞു. ഒട്ടേറെ ജനപ്രിയ പദ്ധതികൾ ഉൾക്കൊള്ളിച്ച പ്രകടന പത്രികയാണ് കോൺഗ്രസ് പുറത്തിറക്കിയിരിക്കുന്നത്. ഡൽഹി വോട്ടർമാർ വലിയ പ്രതിസന്ധി നേരിടുന്ന വൈദ്യുതി, ജോലി തുടങ്ങിയ വിഷയങ്ങളിൽ ഉൾപ്പെടെ വാരിക്കോരിയാണ് വാഗ്ദാനങ്ങൾ നൽകുന്നത്. ഷീലാ ദീക്ഷിതിന് ശേഷം ഡൽഹിക്ക് കോൺഗ്രസ് മുഖ്യമന്ത്രിയെ ലഭിച്ചിട്ടില്ല. വൻ അഴിമതി ആരോപണം ഉന്നയിച്ച് സമരം നയിച്ചാണ് അരവിന്ദ് കെജ്രിവാൾ കളം നിറഞ്ഞതും കോൺഗ്രസിനെ പുറത്താക്കി AAP അധികാരത്തിലെത്തിയതും. മൂന്നാം ഊഴം തേടുന്ന കെജ്രിവാളും AAPയും ലോക്സഭയിൽ നിന്ന് വ്യത്യസ്തമായി കോൺഗ്രസുമായി സഹകരിക്കാതെയാണ് നിയമസഭാ തിരഞ്ഞെടുപ്പ് ഗോദയിൽ ഇറങ്ങിയിരിക്കുന്നത്. ഇത്തവണ ശക്തമായ ത്രികോണ മത്സരമാണ് ഡൽഹിയിൽ നടക്കുന്നത്. AAPയും BJPയും കോൺഗ്രസും വാശിയേറിയ പോരാട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ പ്രകടന പത്രികയിൽ കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരിക്കുന്ന വാഗ്ദാനം വലിയ ചർച്ചയാവുകയാണ്. ട്രാൻസ്ജെൻഡേഴ്സ് സമൂഹത്തിന് തൊഴിലിലും വിദ്യാഭ്യാസ രംഗത്തും സംവരണം കോൺഗ്രസ് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. 300 യൂണിറ്റ് വരെ സൗജന്യ വൈദ്യുതിയാണ് ആകർഷണീയമായ പ്രഖ്യാപനം. സ്ത്രീകൾക്ക് പ്രതിമാസം 2500 രൂപ സ്റ്റേറ്റ്മെന്റ് അനുവദിക്കുമെന്നും ഡൽഹിയിൽ ജാതി സെൻസസ് നടത്തി വിഭാഗങ്ങൾ തുല്യമായി വീതിക്കുമെന്നും കോൺഗ്രസ് വ്യക്തമാക്കുന്നുണ്ട്. ഡൽഹി നിവാസികൾക്ക് 25 ലക്ഷം രൂപ കവറേജ് ലഭിക്കുന്ന ആരോഗ്യ പദ്ധതിയും കോൺഗ്രസ് വാഗ്ദാനം ചെയ്തു. തൊഴിൽരഹിതരായ യുവജനങ്ങൾക്ക് ഒരു വർഷം 8500 രൂപ സ്റ്റൈപ്മെന്റോട് കൂടിയ അപ്രന്റീസ്ഷിപ്പ്, 500 രൂപയ്ക്ക് ഗ്യാസ് സിലിണ്ടർ, സൗജന്യ റേഷൻ, പൂർവാഞ്ചൽ വിഭാഗക്കാരുടെ ക്ഷേമത്തിനു വേണ്ടി പ്രത്യേക മന്ത്രാലയം എന്നിവയും കോൺഗ്രസിന്റെ വാഗ്ദാനമാണ്. ഡൽഹിയിലെ പ്രധാന വോട്ട് സമൂഹമാണ് പൂർവാഞ്ചലിൽ നിന്നുള്ളവർ. ഇവരെ കൂടെ നിർത്താനുള്ള ശ്രമങ്ങളും കോൺഗ്രസ് നടത്തിവരികയാണ്. LGBTQIA സമൂഹത്തിന് എതിരായ വിവേചനം അവസാനിപ്പിക്കുമെന്നും കോൺഗ്രസ് പറയുന്നുണ്ട്. സ്കോളർഷിപ്പുകളും മറ്റും അനുവദിച്ച് അവർക്ക് കൂടുതൽ അവസരങ്ങൾ നൽകുമെന്നും വാഗ്ദാനമുണ്ട്. പ്യാരി ദീദി യോജന എന്ന പദ്ധതി വനിതാ വോട്ടർമാരെ കൂടെ നിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ്. പാവപ്പെട്ട വനിതകൾക്ക് പ്രതിമാസം 2500 രൂപയാണ് ഈ പദ്ധതിയുടെ ഭാഗമായി ലഭിക്കുക. മെഹൻഗായ് മുക്തി യോജനയും വനിതാ വോട്ടർമാരെ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ്. 5 കിലോ അരി, 2 കിലോ പഞ്ചസാര, 1 കിലോ പാചക ഓയിൽ, 6 കിലോ പരിപ്പ്, 250 ഗ്രാം ചായപ്പൊടി എന്നിവ നൽകുന്ന കിറ്റ് ഈ പദ്ധതിക്ക് കീഴിൽ വരും. ഒപ്പം 500 രൂപയ്ക്ക് ഗ്യാസ് സിലിണ്ടറും. മുതിർന്ന പൗരന്മാർ, വിധവകൾ, അംഗപരിമിതർ, ട്രാൻസ്ജെൻഡർ എന്നിവർക്ക് 5000 രൂപ പ്രതിമാസം പെൻഷൻ നൽകുമെന്നും വാഗ്ദാനമുണ്ട്. തെലങ്കാന മോഡലിൽ യുവജനങ്ങളെ ആകർഷിക്കാൻ സ്റ്റൈപ്മെന്റും പ്രഖ്യാപിച്ചു. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ ജാതി സെൻസസ് പ്രഖ്യാപനം നടത്തുമെന്നും പ്രകടന പത്രികയിലുണ്ട്. മേൽത്തട്ട് പരിധി 12 ലക്ഷമായി ഉയർത്തും. സച്ചാർ കമ്മിറ്റി ശുപാർശകൾ നടപ്പാക്കും. പട്ടികജാതി വിഭാഗത്തിനു വേണ്ടി സർക്കാർ കരാറുകൾ 15% നീക്കിവെക്കുമെന്നും പ്രകടന പത്രികയിൽ പറയുന്നുണ്ട്. അതേസമയം 15ഓളം പ്രധാന വാഗ്ദാനങ്ങളാണ് പ്രകടന പത്രികയിൽ ആം ആദ്മി പാർട്ടി വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. പാർട്ടി അധികാരത്തിലെത്തിയാൽ വിദ്യാർത്ഥികൾക്ക് സൗജന്യ ബസ് യാത്ര, മെട്രോ നിരക്കിൽ 50% ഇളവ് എന്നിവയും പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. ഞങ്ങളാണ് രാജ്യത്ത് ആദ്യം ഗ്യാരണ്ടി എന്ന പദം ഉപയോഗിച്ചത്. എന്നാൽ പിന്നീട് അത് BJP മോഷ്ടിച്ചു. ഞങ്ങൾ ഞങ്ങളുടെ ഉറപ്പുകൾ നിറവേറ്റുന്നു. BJP അത് ചെയ്യുന്നില്ല എന്നതാണ് വ്യത്യാസമെന്ന് പ്രകടന പത്രിക പുറത്തിറക്കിക്കൊണ്ട് കെജ്രിവാൾ പറഞ്ഞിരുന്നു. ഡൽഹി നിവാസികൾക്ക് ശക്തമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് കെജ്രിവാൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. മലിനമായ യമുന നദി വൃത്തിയാക്കാനും ഡൽഹിയിലെ റോഡുകൾ ലോകോത്തരമാക്കാനും ശ്രമിക്കുമെന്നും പ്രകടന പത്രികയിലുണ്ട്. ബാബാ സാഹിബ് അംബേദ്കർ സ്കോളർഷിപ്പ് യോജനയ്ക്ക് കീഴിൽ SC/ST വിദ്യാർത്ഥികൾക്ക് വിദേശത്ത് പഠിക്കാൻ AAP സ്കോളർഷിപ്പ് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. സൗജന്യ ബസ് യാത്രയും മെട്രോ നിരക്കിൽ 50% ഇളവും ലഭിക്കുന്നതോടെ പുരുഷ വിദ്യാർത്ഥികൾക്കും പ്രയോജനം ലഭിക്കുമെന്ന് പ്രകടന പത്രികയിൽ പറയുന്നുണ്ട്. ഫെബ്രുവരി 5-നാണ് ഡൽഹിയിൽ വോട്ടെടുപ്പ്. 8-ന് വോട്ടെണ്ണും.